LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ എനിക്ക് ഒന്നിലേറെ തവണ വന്ന കുറച്ച് സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇനി നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്കുടൻ തന്നെ കിട്ടുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, തേർഡ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടുമെന്നാണ്. തേർഡ് അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് ഒരിക്കലും നഷ്ടപ്പെടില്ല. നമുക്ക് കിട്ടിയ ഒരു കോളേജ് നഷ്ടപ്പെടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കാതിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹയർ ഓപ്ഷൻ വെച്ചിരിക്കുകയും ഈ ഹയർ ഓപ്ഷനിൽ നമുക്ക് മറ്റേതെങ്കിലും കോളേജ് കിട്ടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടിയ സെക്കൻഡ് അലോട്ട്മെന്റ് നഷ്ടപ്പെടുകയുള്ളൂ. തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുക്കുവാനും സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹയർ ഓപ്ഷൻ വെച്ചാൽ അടുത്ത അലോട്ട്മെന്റിലേക്ക് ഫസ്റ്റ് ഓപ്ഷൻ വെച്ച കോളേജാണോ അതോ ഇപ്പോൾ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിന്റെ മുകളിലുള്ള കോളേജിനാണോ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക എന്നാണ്. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഹയർ ഓപ്ഷനിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ കോളേജ് ഏതാണോ ആ കോളേജിനായിരിക്കും. ആദ്യത്തെ കോളേജ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത്തെ കോളേജ്, അങ്ങനെയാണ് ഏറ്റവും അവസാനം വരെയും വരിക. അപ്പോൾ നമുക്ക് കിട്ടിയ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തേതിന് തൊട്ട് മുകളിൽ കിടക്കുന്ന എല്ലാ കോളേജിനും കിട്ടിയില്ലെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അടുത്തതായി ഏറ്റവും കൂടുതൽ പേര് ചോദിച്ചിരിക്കുന്നത് LBS കോളേജ് അഡ്മിഷൻ ടൈമിൽ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി കാണാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, LBSന്റെ ഫീസും PNC മാക്കിന്റെ ഫീസും ഒന്ന് പറയാമോ? LBSന്റെയും PNC മാക്കിന്റെയും ഫീസ് ഒന്ന് തന്നെയാണ്. മൊത്തത്തിൽ ഫസ്റ്റ് ഇയറിന് 96,325 രൂപയാണ് രണ്ടിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്നത്. ഇപ്പോൾ രണ്ടിൽ മാത്രം നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കുന്നുണ്ട്. ടോക്കൺ ഫീസ് എത്രയാണോ അടയ്ക്കുന്നത് അതിനുശേഷമുള്ള തുക, അതായത് 96,325 നിന്നും ടോക്കൺ ഫീസ് എത്രയാണോ അത് കഴിഞ്ഞുള്ള ബാക്കി തുകയാണ് കോളേജിൽ അടയ്ക്കേണ്ടത്. പക്ഷേ PNC മാക്കിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ 10,000 രൂപ റീഫണ്ടബിൾ ഡെപ്പോസിറ്റായി നൽകേണ്ടതുണ്ട്. LBSൽ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ടാവുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിലുണ്ടോ അതോ വേറെ ഏതെങ്കിലും മെഡിക്കൽ സെന്ററിൽ നിന്നും വാക്സിനേഷൻ എടുത്ത ശേഷം അവിടെ നിന്ന് തന്നെ ലഭിക്കുമോ? വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിലില്ല. പ്രോസ്പെക്ടസിൽ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഏത് ആശുപത്രിയിൽ നിന്നാണോ വാക്സിൻ എടുക്കുന്നത് അവിടുത്തെ ഡോക്ടറിന്റെ ലെറ്റർ ഹെഡിലോ അല്ലെങ്കിൽ നിങ്ങൾ OP ടിക്കറ്റിലോ വാക്സിനേറ്റഡ് എന്ന രീതിയിൽ എഴുതി വാങ്ങിച്ചാൽ മതിയാവും. എന്നാൽ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് നേരിട്ട് കൊണ്ടുചെല്ലാൻ പറയുന്നുണ്ട്. അത്തരത്തിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഫോർമാറ്റ് വേണ്ടവർക്ക് ആൾറെഡി നമ്മൾ ചാനലിൽ ഇതിന്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവർക്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്, ഇപ്പോൾ നഴ്സിംഗിന് പോകുന്നു. കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് എൻ്റെ TC ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോരെയെന്നാണ്. അപ്പോൾ TC എപ്പോഴും ഒറിജിനൽ നമ്മുടെ കയ്യിൽ ഒന്ന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് +2 നിന്ന് നമ്മൾ ഡിഗ്രിക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ +2 കിട്ടിയ ഒറിജിനൽ TC കൊടുത്തിട്ടാണ് നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കിട്ടുന്ന TC ഡിഗ്രി നമ്മൾ ഏത് കോളേജിൽ നിന്ന് പഠിച്ചോ ആ കോളേജിൻ്റെ TC ആയിരിക്കും. അതുപോലെ തന്നെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റും 6 മാസത്തിനകത്തുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് മതി. അതായത് ഒന്നുകിൽ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നൽകിയ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റോ മതിയാവും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജിൽ ചേരണമെന്ന് നിർബന്ധമുണ്ടോ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ? അപ്പോൾ നമുക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി ചേരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുകയും ആ സീറ്റ് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യേണ്ടത് തേർഡ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജ് ഏതാണോ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം അവിടെ നിന്ന് NOC വാങ്ങി സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കിപ്പോൾ ആലപ്പുഴ ഗവൺമെന്റ് കോളേജാണ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തൃശ്ശൂരാണ്. അപ്പോൾ നെക്സ്റ്റ് അലോട്ട്മെന്റിൽ അവിടേക്ക് സീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ കിട്ടാത്ത കുട്ടികളെയാണോ അതോ ആൾറെഡി സീറ്റ് കിട്ടി ട്രാൻസ്ഫർ നോക്കുന്ന ആളെയാണോ കൺസിഡർ ചെയ്യുക? കോളേജിൽ അഡ്മിഷൻ നോക്കുമ്പോൾ ആൾറെഡി സീറ്റ് കിട്ടിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കോ പ്രത്യേകം പ്രയോറിറ്റി ഇല്ല. ആ ഒരു കോളേജിലേക്ക് ഓപ്ഷൻ വെച്ചിരിക്കുന്ന കുട്ടികളിൽ ആർക്കാണോ റാങ്ക് ലിസ്റ്റിന് മുകളിലുള്ളത് അവർക്കായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ ആൾറെഡി അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞ് അവർക്ക് പ്രയോറിറ്റി ഉണ്ടാവുകയില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.